ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഫിംഗർ പ്രിന്റ് ഡിവൈസുകളെ കുറിച്ചാണ്. ഒരു VLEക്ക് അല്ലെങ്കിൽ ഒരു CSC സെന്ററിൽ നിർബന്ധമായിട്ടും വേണ്ട കുറച്ച് ഡിവൈസുകളിൽ ഒന്നാണ് ഫിംഗർ പ്രിന്റ് ഡിവൈസ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മൂന്നാമത്തെ വീഡിയോയിൽ ഫിംഗർ പ്രിന്റ് ഡിവൈസിന്റെ കാര്യം ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഇതുവരെയുള്ള വീഡിയോ ഒന്നും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഐ ബട്ടണിൽ മുകളിൽ ഐ ബട്ടണിൽ ഞാൻ പ്ലേലിസ്റ്റ് കൊടുത്തേക്കാം, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കൂ. അപ്പോൾ ഫിംഗർ പ്രിന്റ് ഡിവൈസിന്റെ പ്രൈമറി യൂസ് എന്ന് പറയുന്നത് നിങ്ങളുടെ അറ്റൻഡൻസ് രേഖപ്പെടുത്താവുന്നതാണ്. VLEസിന്റെ അറ്റൻഡൻസ് രേഖപ്പെടുത്തുന്നത് എല്ലാ മാസവും VLEസ് ബയോമെട്രിക് ഓതന്റിക്കേഷൻ വഴി അറ്റൻഡൻസ് രേഖപ്പെടുത്തേണ്ടതുണ്ട്. അതിനായിട്ടാണ് നമ്മൾ പ്രൈമറി ആയിട്ട് ഫിംഗർ പ്രിന്റ് ഡിവൈസ് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സർവീസസ് ആണ്. AEPS അതുപോലെ തന്നെ ജീവൻ ഭരണം, പിന്നെ പാൻ കാർഡ് എടുക്കുക തുടങ്ങിയ സർവീസുകൾക്ക് നമുക്ക് ഫിംഗർ പ്രിന്റ് ഡിവൈസിന്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഈ ഫിംഗർ പ്രിന്റ് ഡിവൈസ് എങ്ങനെ ഓർഡർ ചെയ്യാമെന്ന് കൂടിയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് തേർഡ് പാർട്ടി ആൾക്കാരിൽ നിന്ന് വാങ്ങിക്കാം, അല്ലെങ്കിൽ CSCയിൽ തന്നെ ഗ്രാമീൺ സ്റ്റോറിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഗ്രാമീൺ സ്റ്റോറിൽ നിന്ന് എങ്ങനെ വാങ്ങിക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഗ്രാമീൺ സ്റ്റോറിൽ നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 3 വർഷത്തോളം RD സർവീസ് കിട്ടും. ഇപ്പോൾ നമ്മളൊരു ഫിംഗർ പ്രിന്റ് ഡിവൈസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ജീവിതകാലം മൊത്തം അല്ലെങ്കിൽ അത് നശിക്കുന്നത് വരെ നമുക്ക് RD സർവീസ് യൂസ് ചെയ്യാമെന്നല്ല. RD സർവീസ് യൂസ് ചെയ്യുന്നത് നമുക്ക് പേയ്മെൻറ്റ് എടുക്കാം. അപ്പോൾ നമ്മൾ CSCയുടെ ഭാഗത്ത് നിന്ന് വാങ്ങുകയാണെങ്കിൽ 3 വർഷത്തോളം RD സർവീസ് ലഭിക്കുമെന്നാണ് പറയുന്നത്. അതിൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാൻ മടിക്കരുത്. അപ്പോൾ നമുക്കിനി എങ്ങനെ ഫിംഗർ പ്രിന്റ് ഡിവൈസ് വാങ്ങാൻ നോക്കാം. ഈ അറ്റൻഡൻസ് രേഖപ്പെടുന്ന കാര്യങ്ങളൊക്കെ പിന്നീട് കാണിക്കാം. കാരണം ഇതുവരെ എൻ്റെ അറ്റൻഡൻസ് രേഖപ്പെടുത്താനുള്ള പോപ്പപ്പ് വന്നിട്ടില്ല. അപ്പോൾ എൻ്റെ അറ്റൻഡൻസ് രേഖപ്പെടുത്താനുള്ള പോപ്പപ്പ് എന്ന് വരുമോ അപ്പോൾ എങ്ങനെയാണ് അറ്റൻഡൻസ് വെക്കുന്നതെന്ന് ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി എങ്ങനെ ഓർഡർ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ കുറച്ച് വെബ്സൈറ്റ്സ് ഞാൻ ബുക്ക് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതെടുക്കാം. നിങ്ങളോടും ഞാനത് ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങളും ഇതുപോലെ ചെയ്ത് വെക്കുക. നമ്മൾ ഇമ്പോർട്ടൻറ്റ് വെബ്സൈറ്റിലേക്ക് പോവുകയാണ്. ഇതിൽ ഞാൻ ഗ്രാമീൺ സ്റ്റോറിൻ്റെ ലിങ്ക് അവൈലബിൾ ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഗ്രാമീൺ സ്റ്റോറിൻ്റെ ലിങ്ക്. നിങ്ങളും ഇതുപോലെ ബുക്ക് മാർക്ക് ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ എടുക്കാൻ എളുപ്പമാണ്. ഇനി നമുക്ക് നമ്മുടെ VLE ഐഡിയും പാസ്വേഡ് നമുക്ക് ഓൾറെഡി മെയിൽ ചെയ്ത് കിട്ടിയിട്ടുള്ള ഐഡിയും പാസ്വേഡ് ഉപയോഗിച്ച് നമ്മുടെ ഗ്രാമീൺ സ്റ്റോറിലേക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഒരുപക്ഷെ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ലോഗിൻ ചെയ്യണമെങ്കിൽ കുറച്ച് ഒരു സർവേ പോലെ കുറച്ച് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതൊക്കെ നിങ്ങൾ ചെയ്യുക. എന്നിട്ട് VLE ലോഗിനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസാണ് ലോഡായി വരുന്നത്. ഞാനിങ്ങനെ അധികം വെച്ച് താമസിപ്പിക്കുന്നില്ല, കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ്. ബൈ ഓൺ ഈ സ്റ്റോറിൽ ക്ലിക്ക് ചെയ്യുക. അത് വീണ്ടും ബൈ ഓൺ ഈ സ്റ്റോറിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്കും ഒരു ഇൻ്റർഫേസ് ലോഡായി വരും. ഒരു സെർച്ച് ബട്ടണിൽ മന്ത്ര എന്ന് ടൈപ്പ് ചെയ്യുക. കാരണം നമ്മൾ മന്ത്രയുടെ ഡിവൈസസ് ആണ് വാങ്ങാൻ പോകുന്നത്. മന്ത്രക്ക് ഫിംഗർ പ്രിൻറ്റ് ഡിവൈസും ഉണ്ട്, അതുപോലെ തന്നെ IR ഡിവൈസും ഉണ്ട്. പിന്നെ ഫിംഗർ പ്രിൻറ്റ് L1 സീരീസിൽ വരുന്നത് നമ്മൾ L1 സീരീസിലെ ഡിവൈസാണ് ഇനി വാങ്ങേണ്ടത്. അതിൻ്റെ അപ്ഡേഷൻ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ L1 ഡിവൈസാണ് നമ്മളിപ്പോൾ വാങ്ങാൻ പോകുന്നത്. അപ്പോൾ സെർച്ച് കൊടുക്കുക. സെർച്ച് കൊടുക്കുമ്പോഴേക്കും ഓക്കെ മന്ത്രയുടെ ഒരു ഐക്കൺ വന്നിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു റെറ്റീന സ്കാനറും അതുപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റ് സ്കാനറും കിടപ്പുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അത് നമ്മൾ കാർട്ടിലോട്ട് ആഡ് ചെയ്യുക. ഞാൻ ഓൾറെഡി ഒരു ഡിവൈസ് എടുത്ത് കാർട്ടിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി കാർട്ടിലേക്ക് പോവാം. കാർട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ആമസോൺ, ഫ്ലിപ്കാർട്ടിലൊക്കെ മേടിക്കുന്ന പോലെ നമ്മുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് നമ്മുടെ അഡ്രസ്സും കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ വോളറ്റിൽ പണം വേണമെന്നില്ല, നമുക്ക് കാർഡ് വെച്ചോ അതല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി പേയ്മെൻറ്റ് ഗേറ്റ്വേ വെച്ച് നമ്മുടെ UPI വെച്ച് പേയ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വോളറ്റിൽ പണമില്ലെങ്കിലും നമുക്കിത് മേടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്യുക. ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഓർഡർ പ്രോസസ്സ് ആകും. എന്നിട്ട് അടുത്ത ആഴ്ച ഒരു 2 ആഴ്ച ഗ്യാപ്പിൽ നമുക്ക് നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് ഡിവൈസ് നമ്മുടെ വീട്ടിലെത്തുന്നതായിരിക്കും. ആരും ധൃതി വെച്ച് തേർഡ് പാർട്ടി ആൾക്കാരെ ഇന്ന് ഫിംഗർ പ്രിൻറ്റ് ഡിവൈസ് വാങ്ങിക്കരുതെന്നൊരു പ്രതീക്ഷയോട് കൂടിയാണ് നമ്മളിത് ചെയ്യുന്നത്. എത്ര പേര് കാണുമെന്നറിയില്ല. കാണുന്നവരെല്ലാവരും മാക്സിമം ഗ്രാമീൺ സ്റ്റോറിൽ നിന്ന് തന്നെ വാങ്ങിക്കുന്നത്. കാരണം നമുക്ക് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ 1 വർഷത്തോളം RD സർവീസ് ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഗ്രാമീൺ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ 3 വർഷത്തോളം കിട്ടും. ഞാനങ്ങനെ ഒരു മണ്ടത്തരം കാണിച്ചാണ്, നിങ്ങൾ അങ്ങനത്തെ ഒരു മണ്ടത്തരം കാണിക്കരുത്. ഞാൻ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ പറഞ്ഞു തരുവാണ്. ഇന്നല്ലെങ്കിൽ നാളെ കുറച്ച് പേര് ഈ വീഡിയോസ് കാണുമായിരിക്കും, അവർക്ക് ബുദ്ധിമോശം സംഭവിക്കുക. ഇതുപോലെ ബുദ്ധിമോശം സംഭവിക്കാതിരിക്കട്ടെ. ഞാൻ ഒന്നുകൂടി ഗ്രാമീൺ സ്റ്റോർ എങ്ങനെ എടുക്കാമെന്ന് നിങ്ങളുടെ അടുത്ത് കാണിച്ചു തരാം. അതിനിപ്പോൾ ഞാൻ ബുക്ക് മാർക്ക് ചെയ്ത പോലെ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിലും ഗൂഗിളിൽ ഇതുപോലെ സെർച്ച് ചെയ്താൽ മതി. ഗ്രാമീൺ സ്റ്റോർ ഡയറക്റ്റ് കിട്ടും. ഞാനിപ്പോൾ സെർച്ച് ചെയ്തതുപോലെ ഗ്രാമീൺ സ്റ്റോറിൽ നിന്ന് ഡയറക്റ്റ് സെർച്ച് ചെയ്യാം. നിങ്ങൾ ഡയറക്റ്റ് ഗ്രാമീൺ സ്റ്റോറിലേക്ക് കയറാം. പിന്നെ അതുപോലെ തന്നെ ലോഗിൻ കൊടുക്കുക. ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ലോഗിൻ ചെയ്യുന്നതെങ്കിൽ ഒരു സർവേ പോലെ കുറച്ച് കാര്യങ്ങൾ ഫില്ല് ചെയ്യാനുണ്ടാവും. അത് ഫില്ല് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്പം തന്നെ ബാക്കി കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്ത് ബൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ സാധിക്കുന്നത്ര ഗ്രാമീൺ സ്റ്റോറിൽ നിന്ന് തന്നെ ഓർഡർ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇത്രയും കൊണ്ട് നിർത്തുവാണ്. ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾ ആരും പുറത്തുനിന്ന് ഫിംഗർ പ്രിൻറ്റ് ഡിവൈസ് മേടിച്ചില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ പറഞ്ഞ പോലെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.